ഗൈസ്, അപ്പോൾ ഇതാണ് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ TVS ഓർബിറ്റർ. ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ള സാധനം. എന്തൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്, ഇതെങ്ങനെയുണ്ട് കാണാൻ എന്നൊക്കെ ഉള്ളതായിരിക്കും നിങ്ങൾ ഈ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മോഡലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ TVS iQube എന്നുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ശേഷം വരുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ മോഡലാണ് ഈ കാണുന്ന ഓർബിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് TVS iQube താഴെയായിട്ടാണ്. അതായത് TVS iQube തന്നെയാണ് സുപ്പീരിയർ മോഡൽ. എന്നാൽ ഇത് കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. കാരണം കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഇലക്ട്രിക് സ്കൂട്ടർ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും മോഡേൺ ഡിസൈനുമാണ് TVS ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ iQube വരുമ്പോൾ അങ്ങനെയല്ല. iQube നമുക്ക് കുറച്ചും കൂടി ഒരു കൺവെൻഷണൽ സ്കൂട്ടർ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൂടുതലും യങ്സ്റ്റേഴ്സിനെയും ആ ഒരു മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് TVS ഇങ്ങനെ ഒരു മോഡലിനെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മുകളിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്ലിയർ വിൻഡ് വൈസർ വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു LED ഹെഡ്ലാമ്പ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് ചുറ്റുമായിട്ട് ഒരു ഗ്രേ കളർ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്ന ഇവിടെയായിട്ടാണ്. അതിന് താഴെ ഓർബിറ്ററിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. അതും വെർട്ടിക്കൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ട്രിപ്പിൾ ടോൺ കളർ ഫിനിഷിലാണ് ഇതിന്റെ ബോഡി അവർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു ഡാർക്ക് ബ്ലൂവിന്റെയും സിൽവറിന്റെയും അതുപോലെ തന്നെ ഈ ഒരു പെപ്പി യെല്ലോയുടെയും കൂടെ കോമ്പിനേഷനിലാണ് വാഹനം മൊത്തത്തിൽ വന്നിരിക്കുന്നത്. TVS ആവശ്യപ്പെടുന്നത് ഈ കളേഴ്സ് ഒക്കെ തന്നെ അവർ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകളിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളവയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്, ഹെഡ്ഫോൺസ്, നമ്മുടെ വീട്ടിലുള്ള TV, iPad, ലാപ്ടോപ്പ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ തന്നെ അവർ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇതിനുള്ള ഈ നിറങ്ങൾ കൊടുത്തിരിക്കുന്നതും. ഇവിടെ കണ്ടില്ലേ, നൈസ് സ്റ്റിക്കർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ മിനിമലിസ്റ്റിക് ആണ്, എന്നാൽ നല്ല എൻഗേജിങ് ആക്കുന്ന രീതിക്കാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു LED DRL ആണ്. എന്നാൽ ഇതിന്റെ ടേൺ ഇൻഡിക്കേറ്ററും ഇതിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതാണ് ആ ഒരു DRL. അതുപോലെ തന്നെ TVSന്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പോർഷൻ തന്നെ കണ്ടില്ലേ, ഇതിനെ പല ലെയർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രേ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, ഒരു 4-5 ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അതിന് താഴെയായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർവർ കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പകുതിക്ക് വെച്ച് നമ്മൾ മുറിച്ച് കളഞ്ഞ പോലെയാണ് ഇതിന്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തൊക്കെ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഓവറോൾ വാഹനത്തിന്റെ ഒരു ഡിസൈനുമായിട്ട് ഇത് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ടയർ കണ്ടില്ലേ, 90/90 സെക്ഷന്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ലോ റോളിംഗ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ് TV അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വീൽസ് കണ്ടില്ലേ, 14 ഇഞ്ച് അലോയ് വീലാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതും അതിന്റെ ഡിസൈൻ ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നൈസ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു TVSന്റെ ഇലക്ട്രിക് സ്കൂട്ടർ റേഞ്ചിൽ ഈ ഒരു മോഡലിന് മാത്രമാണ് 14 ഇഞ്ച് ഫ്രണ്ട് അലോയ് വീൽസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. iQube പോലും നമുക്കിതില്ല, 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 14 ഇഞ്ച് കൊടുത്തുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ആ ഒരു മാനുവറബിലിറ്റിയും യാത്രാസുഖവും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് TVS അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 130 mm ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന് ഈ ഒറ്റ വേരിയന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്ക് ബ്രേക്ക് വേരിയന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഡ്രം ബ്രേക്കിലാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നത്. അതിൽ നമുക്ക് സിംഗ്രണസ് ബ്രേക്കിംഗ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് TVSന്റെ. അതായത് നിങ്ങൾ ബാക്ക് ബ്രേക്ക് പിടിച്ചാലും ഫ്രണ്ട് ബ്രേക്കും കൂടെ അപ്ലൈ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് വണ്ടിയെ പിടിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ഇനി സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ലൈൻസ് നോക്കുമ്പോൾ മനസ്സിലാവും, വളരെ വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈനിങ്ങിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഉള്ളതെല്ലാം തന്നെ നല്ല കട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു സ്ക്വയറിഷ് ഡിസൈൻ ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. സൈഡിൽ നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു മൾട്ടി കളർ അല്ലെ മൾട്ടി ടോൺ ലുക്ക് നമുക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ നമുക്ക് ഓർബിറ്ററിന്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ല, ഇവിടെ ഒരു ഗ്രേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഗ്രാബ് റെയിൽ നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേർക്ക് പിടിച്ചിരിക്കാനും സാധിക്കുന്ന രീതിയിലാണ്. ബാക്കിൽ ഒരു TVSന്റെ ലോഗോ ഉണ്ട്. അതുപോലെ ഈ ടെയിൽ ലാമ്പ് നിങ്ങൾ കണ്ടില്ലേ, ഇതും ഫ്രണ്ടിലത്തെ ആ ഒരു DRL പോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് സൈഡിൽ ഈ കാണുന്ന പോർഷനാണ് ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള മഡ് ഗാർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു നല്ല സ്റ്റേഡി ആയിട്ടുള്ള ടയർ ഹാക്കർ ഉണ്ട്. അതിലാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വന്നിരിക്കുന്നത്. വാഹനത്തിന്റെ രണ്ട് സൈഡിലും നമുക്ക് ബാക്കിൽ ഷോക്ക് അബ്സോർവർ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ യാത്രാസുഖം കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും കൺട്രോളിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും അത് സഹായിക്കുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, ഫ്ലിപ്പ് ഔട്ട് ആവുന്ന രീതിക്കുള്ള ഒരു ബാക്ക് ഫുഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഡിസൈൻ വളരെ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വേണ്ടപ്പോൾ അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന ആൾക്ക് കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കാൻ സാധിക്കുന്നതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലുതെന്നാണ് TVS പറയുന്നത്. 165 mm ആണ് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ തന്നെ വളരെ ലോ ആണ്. 765 mm മാത്രമാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ള ആളുകൾക്കും ലേഡീസിനും ബിഗിനേഴ്സിനും ഒക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു നടക്കാനായിട്ട് ഈ ഒരു സ്കൂട്ടർ സാധിക്കും. അതുപോലെ തന്നെ സെഗ്മെന്റിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് വേണമെങ്കിൽ 3 പേർക്ക് ഇതിലിരിക്കാൻ പറ്റും. പക്ഷേ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ അതൊരു ഉപകാരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സീറ്റിലും ഓർബിറ്ററിന്റെ ബാഡ്ജിങ് അതുപോലെ തന്നെ ചെറിയ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. 34 ലിറ്ററിന്റെ മാസീവ് ആയിട്ടുള്ള ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 ഹെൽമെറ്റ് ഇതിനുള്ളിൽ വെക്കാൻ സാധിക്കുന്നതാണ്. ഹെൽമെറ്റ് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇതിൽ സാധനങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിക്കാണ് ഇതിന്റെ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നത്.
എന്തായാലും ഈ സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് യൂണിറ്റ് തന്നെ വേണം പറയാനായിട്ട്. ഇനി ഡാഷ്ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുള്ളി ഡിജിറ്റൽ LCD മീറ്റർ കൺസോൾ ആണ് വരുന്നത്. ഇത് നമ്മുടെ റൈഡറിലും മറ്റും നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു യൂണിറ്റ് ആണ്. ബ്ലൂടൂത്ത് എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ടെലിമെട്രിക് സിസ്റ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോ ഫെൻസിങ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രാഷ് അലേർട്ട്, SOS അങ്ങനെയുള്ള നെറ്റ്വർക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ eSIM ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ TVSന്റെ റൈഡ് കണക്ട് ആപ്പ് വഴി നമുക്ക് കിട്ടുന്നതാണ്. 2 മോഡുകളാണ് വാഹനത്തിൽ വരുന്നത്. ഇവിടെ ഒരു മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ സിറ്റി അതുപോലെ തന്നെ ഇക്കോ എന്നുള്ള 2 മോഡ്സ് ആണ്. സിറ്റിക്ക് ഇക്കോയ്ക്കും അനുസരിച്ച് വാഹനത്തിന്റെ റേഞ്ചിലും അതുപോലെ തന്നെ സ്പീഡിലും വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ TVSന്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ആദ്യമായിട്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നത് ഈ ഒരു വാഹനത്തിലാണ്. അത് നമുക്ക് ഇൻക്ലൈനിലും ഡിക്ലൈനിലും വർക്ക് ചെയ്യും. നമ്മൾ വാഹനം നിർത്തിയിട്ട് ഒരു 1.5 സെക്കൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും വണ്ടി ബാക്കിലേക്ക് റോളായി പോവില്ല. കയറ്റങ്ങളിലും മറ്റും നിർത്തിയെടുക്കുന്ന സമയത്തൊക്കെ അത് വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. അതും നമുക്കപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതിന്റെ ബട്ടൺ നമുക്ക് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് 60 കിലോമീറ്ററിനും 23 കിലോമീറ്ററിനും ഇടയിലുള്ള സ്പീഡുകളിൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ് TVS ക്ലെയിം ചെയ്യുന്നത് 67 km/h ആണ് നമ്മുടെ സിറ്റി മോഡിൽ. അതേസമയം നമ്മൾ എക്കോ മോഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 40, 42, 45 km/h എന്നുള്ള ആ ഒരു ലിമിറ്റിലുമാണ് ഓടാൻ പോകുന്നത്. ഇതിന്റെ ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു USB Type A ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയി. സോ ഇവിടെ നമുക്കൊരു USB Type A ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഈ കാണുന്ന ഒരു ഗ്ലൗ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സാധനങ്ങളൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു 3 കിലോ വരെ പേലോടുള്ള ഒരു റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫുട്ബോൾ ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫ്ലാറ്റ് ആണ്. എങ്ങും നമുക്കൊരു ഒരു ഒബ്സ്ട്രക്കിൾസോ അല്ലെ അങ്ങനെ ഒരു തടസ്സമോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ സാധനങ്ങളും സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഫുട്ബോൾ ആണെങ്കിൽ തന്നെ അതും ഫ്ലാറ്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി മോട്ടറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു BLDC ഹബ് മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഈ ഒരു 12 ഇഞ്ചാണ് വീലിൻ്റെ സൈസ് വരുന്നത്. സോ അതാ മോട്ടറാണ് അതിലിരിക്കുന്നത്. 90/80 സെക്ഷൻ്റെ ഒരു റിയർ ടയർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. 3.1 kWh ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതും ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. സോ ഈ ഒരു വാഹനത്തിൻ്റെ മാസ് സെൻട്രലൈസേഷൻ ഒക്കെ തന്നെ TVS നല്ല രീതിക്ക് നോക്കിയും കണ്ടുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കാനാണെങ്കിലും നല്ല രസമായിരിക്കും. ഇതിൻ്റെ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 158 കിലോമീറ്റർ ആണ്. IDC റേഞ്ചാണ്. എന്നാൽ റിയൽ വേൾഡ് TVS പറയുന്നത് ഏകദേശം 115 കിലോമീറ്റർ ആണ് ഇക്കോ മോഡൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണിത്. 112 കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലേഡീസിനാണെങ്കിലും ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിലും നല്ല എഫേർട്ട്ലെസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇത് ഭയങ്കര ഉപകാരപ്പെടും. അതുപോലെ തന്നെ സിറ്റിയിൽ നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂട്ടറാണ്. റിവേഴ്സ് ആൻഡ് ഫോർവേഡ് പാർക്ക് അസിസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ ചെക്ക് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. അതിട്ടിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസിൽ, അതായത് നിങ്ങൾക്ക് തള്ളി നമ്മൾ പാർക്കിംഗ് സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്നതിന് വരെ നമുക്ക് വാഹനത്തെ ചെറിയ സ്പീഡിൽ റോൾ ചെയ്ത് തന്നെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇത് ഉപകാരപ്പെടുന്നത് നമ്മൾ ചെറിയ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്ന സമയത്തും അല്ലെന്നുണ്ടെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഫീച്ചറും ഈ ഒരു വാഹനത്തിൽ TVS കൊടുത്തിട്ടുണ്ട്. ചാർജിങ് ടൈമിനെ പറ്റിയിട്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനെ 0 to 80% ചാർജ് ചെയ്യാനായിട്ട് 4 hours 10 minutes ആണ് TVS ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുൾ ചാർജ് 100% ആക്കണമെന്നുണ്ടെങ്കിൽ 6 hours ആണ് അവർ പറയുന്നത്. ഇതാ ഇവിടെ ഇഗ്നീഷൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് അത്രയൊക്കെയാണ് ഈ ഒരു പുതിയ TVS ഓർബിറ്റർ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ഇനീഷ്യൽ വോക്ക് അറൗണ്ട് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വണ്ടി ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ടും കൂടെ ഒന്ന് ഇട്ടേക്കുക. ഇൻട്രൊഡക്ടറി ആയിട്ട് TVS ഈ ഒരു വാഹനത്തിൽ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 99,990 രൂപയാണ്. ഇത് ഓൺ റോഡ് ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് ഏകദേശം 1,07,000 രൂപ എന്നും വരുന്നുണ്ട്. സോ വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഒരു സിറ്റി സ്കൂട്ടറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു മോഡലായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഓർബിറ്റർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഓടിച്ചാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്.